ഓപ്പറേഷൻ സീവേ ഹണ്ട് പരിശോധനയിൽ കൊച്ചിയിൽ പിടിയിലായത് വിദ്യാർത്ഥികളടങ്ങുന്ന വൻ തട്ടിപ്പ് സംഘം. ഏലൂർ സ്വദേശി അഭിഷേക് വിജു, വെങ്ങോല സ്വദേശി ഹാഫിസ്, എടത്തല സ്വദേശി അൽത്താഫ് എന്നിവരാണ് പണം പിൻവലിക്കുന്നതിനിടെ പിടിയിലായത്. തട്ടിപ്പ് പണം എത്തുന്നതിന് കൂടുതൽ വിദ്യാർത്ഥികളുടെ അക്കൗണ്ടുകളിലേക്കാണെന്ന് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ പുട്ട വിമലാദിത്യ പറഞ്ഞു. അഭിഷേക് അയാൾ പഠിക്കുന്ന ഒരു പയ്യനാണ്. അയാളുടെ അക്കൗണ്ട് കൂടെയാണ് ഈ ഒത്തിരി സൈബർ തട്ടിപ്പുകൾ കൂടെ വരുന്ന പൈസ വരുന്നതും ഈ പൈസ വിഡ്രോ ചെയ്യപ്പെടുന്നതും അത് മറ്റ് കുറച്ച് അക്കൗണ്ടുകളിലേക്ക് ഇവർ റീഡിപ്പോസിറ്റ് ചെയ്യുന്ന ഒരു പരിപാടിയാണ് ഇവിടെ നടത്തുന്നത്. അദ്ദേഹത്തിൻ്റെ അക്കൗണ്ട് കൈകാര്യം ചെയ്യുന്നത് ഒരു ഹാഫീസ് എന്നയാളാണെന്ന് മനസ്സിലായിട്ടുണ്ട്. പുള്ളി ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര നിന്ന് കുറേ പൈസ വിഡ്രോ ചെയ്യുന്നതായിട്ട് നമ്മൾ കണ്ടു. അവിടെ വെച്ച് കൈയോടി ഈ ഒരു ഫ്രോഡ് നടത്തുന്ന സമയത്ത് തന്നെ പിടിച്ചിട്ടുണ്ട്. ഈ ഹാഫീസ് എന്നയാൾ കുറേ സ്റ്റുഡൻറ്റുകളിൽ നിന്ന് ഇതുപോലെ അക്കൗണ്ടുകൾ ആവശ്യപ്പെട്ടിട്ട് ആ അക്കൗണ്ടുകൾ സ്റ്റുഡൻറ്റുകളുടെ പേരിലുള്ള അക്കൗണ്ടുകൾ എടുത്തിട്ടുണ്ട്. വിഷ്ണു സുരേഷ് വിഷ്ണു MDMA കാര്യം പറയുന്ന പോലെ അത്രയധികം വ്യാപകമാണിത്. ഒരുപക്ഷെ ഇത്രയധികം അറസ്റ്റ് കാണേണ്ട അന്വേഷണ സംഘം തന്നെ അമ്പരക്കുന്നുണ്ടാകും. വിഷ്ണു, ഹാഷ്മി, വലിയ പ്രശ്നമാണ് ഇപ്പോൾ നടക്കുന്നത്. അതായത് മ്യൂൾ അക്കൗണ്ട്, ഈ തട്ടിപ്പിലൂടെ ലഭിക്കുന്ന പണം വെളുപ്പിക്കാൻ ഉപയോഗിക്കുന്ന അക്കൗണ്ടാണ് മ്യൂൾ അക്കൗണ്ട്. ഈ മ്യൂൾ അക്കൗണ്ടുകൾക്ക് ഇരയാകുന്നത് വിദ്യാർത്ഥികളാണെന്നാണ് ഇപ്പോൾ പുട്ട വിമലാദിത്യ വ്യക്തമാക്കിയിട്ടുള്ളത്. കൊച്ചിയിൽ മാത്രം 300ഓളം അക്കൗണ്ടുകൾ തട്ടിപ്പിന് ഉപയോഗിക്കുന്ന അക്കൗണ്ടുകൾ കണ്ടെത്തിയിട്ടുണ്ട്. അതിൽ പകുതിയിലേറെ ഉപയോഗിക്കുന്നത് വിദ്യാർത്ഥികളുടെ അക്കൗണ്ടാണ്. ഈ തട്ടിപ്പിന് വേണ്ടി ഇപ്പോൾ 3 പേരെ പിടികൂടിയിട്ടുണ്ട്. അഭിഷേക്, ഹാഫിസ്, അതോടൊപ്പം തന്നെ അൽത്താഫ്. ഈ 3 പേരിൽ നിന്ന് ലഭിച്ച വിവരമനുസരിച്ച് ഇവർ വിദ്യാർത്ഥികളെ സമീപിക്കുന്നു. ഓൺലൈൻ ഗെയിമിങ്ങിലൂടെ കമ്മീഷൻ ലഭിക്കുമെന്ന് പറഞ്ഞാണ് വിദ്യാർത്ഥികളെ സമീപിക്കുന്നത്. അവരുടെ ബാങ്ക് അക്കൗണ്ടുകൾ ഇവർ കൈപ്പറ്റുന്നു. അതിന്റെ KYC, ATM കാർഡ്, ചെക്ക് ബുക്ക് എല്ലാം ഇവരുടെ പക്കലാണ് ഉണ്ടാകുക. ഈ അക്കൗണ്ടുകളിലേക്കാണ് വിദേശത്തു നിന്നടക്കം ഈ തട്ടിപ്പിന്റെ പണം എത്തുന്നത്. പിന്നീട് ഇവർ ഈ പണം പിൻവലിച്ച് അടുത്ത ലെയറിലുള്ള ആളുകൾക്ക് കൈമാറും. ഇവർക്ക് ഈ പണം പിൻവലിച്ച് നൽകുന്നതിന് കമ്മീഷൻ ലഭിക്കും. 2000 മുതൽ 20,000 രൂപ വരെയാണ് കമ്മീഷനായി ലഭിക്കുന്നത്. ഈ അക്കൗണ്ട് നൽകുന്ന വിദ്യാർത്ഥികൾക്കും കമ്മീഷന്റെ ഒരു തുക ലഭ്യമാകും. ഇങ്ങനെയാണ് വിദ്യാർത്ഥികൾ ഈ ചതിക്കുഴിയിൽ പെടുന്നതെന്നാണ് ഇപ്പോൾ ഉള്ള വിലയിരുത്തൽ. ആ ഒരു പശ്ചാത്തലത്തിലാണ് കൊച്ചിയിലെ കോളേജുകൾ കേന്ദ്രീകരിച്ച് സമഗ്രമായ ഒരു ബോധവൽക്കരണത്തിലേക്ക് ഇപ്പോൾ കൊച്ചി സിറ്റി പോലീസ് കടക്കുന്നത്. വിദ്യാർത്ഥികൾ ഒരു തരത്തിലും അക്കൗണ്ടുകൾ വിൽക്കുന്നത് അല്ലെങ്കിൽ അതിൽ ഏർപ്പെടരുത് എന്ന് കർശനമായ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇപ്പോൾ ഈ 3 പേരുടെ അറസ്റ്റിൽ മാത്രം ഒതുങ്ങുന്ന കാര്യമല്ല, കൂടുതൽ വിദ്യാർത്ഥികൾ അറസ്റ്റ് ചെയ്യപ്പെടാനുള്ള സാധ്യതയുണ്ട്. ഇവരെല്ലാം നിയന്ത്രിക്കുന്ന, ഇപ്പോൾ ഈ പിടിയിലായ 3 പേരെ നിയന്ത്രിക്കുന്ന ഒരു പെരുമ്പാവൂർ സ്വദേശിയുണ്ട്. അയാളാണ് ഈ അക്കൗണ്ടുകൾ ദുബായുമായി കണക്ട് ചെയ്ത് കൊടുക്കുന്നത്. അയാളിലേക്കും എത്തുമെന്നാണ് ലഭ്യമാകുന്ന വിവരം. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ആവർത്തിച്ച് പറയുന്ന കാര്യം, വിദ്യാർത്ഥികൾ ഒരു തരത്തിലും ഈ അക്കൗണ്ടുകൾ കമ്മീഷന് വേണ്ടി വിൽപ്പന നടത്തരുത്. ഏറ്റവും ആദ്യം പിടിയിലാകുന്നത് ഈ വിൽപ്പന നടത്തുന്ന അക്കൗണ്ടുകളുടെ ഉടമകളായിരിക്കുമെന്നാണ് ഇപ്പോൾ പോലീസിൽ നിന്ന് ലഭ്യമാകുന്ന വിവരം. ഹാഷ്മി, ഓക്കെ. വിഷ്ണു സുരേഷാണ് ആ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. വിദ്യാർത്ഥികളെ ചിലപ്പോൾ കുടുക്കിലാക്കുന്ന കൂടി ആവണം. അപ്പോൾ കുടുക്കിലാക്കുന്ന വിദ്യാർത്ഥികൾ ഓർക്കുക, അങ്ങനെ കുടുങ്ങിയാൽ ആദ്യം കുടുങ്ങാൻ പോകുന്നത് നിങ്ങൾ തന്നെയാകും എന്ന തിരിച്ചറിവാണ് ഈ പരിശോധനയിൽ ഉണ്ടാവേണ്ടത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.